ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് 2030 വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. അതിനു മുന്നേ 2 ലക്ഷ്യങ്ങളാണ് CBF അദ്ദേഹത്തിന് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അതായത് 2028 കോപ്പ അമേരിക്ക കിരീടം നേടണം, മാത്രമല്ല സൗത്ത് അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളിൽ 1-ാം സ്ഥാനത്ത് ബ്രസീൽ ഫിനിഷ് ചെയ്യണം. ഈ 2 ടാർഗറ്റുകളാണ് അദ്ദേഹത്തിന് മുന്നിൽ CBF ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഈയിടെ ഇറ്റലി അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു, പക്ഷെ അത് അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രസീലിന്റെ പരിശീലകനായിക്കൊണ്ട് 2030 വരെ തുടരാനാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് UOL ഇന്നലെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് അടുത്ത കോപ്പ അമേരിക്ക അത് കാർലോ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടങ്ങളാണ്. അതായത് അടുത്ത കോപ്പ അമേരിക്ക നേടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ CBF അദ്ദേഹത്തെ പുറത്താക്കിയേക്കാം എന്നാണ് UOL ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കാർലോ ആഞ്ചലോട്ടിയോട് CBF നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അടുത്ത കോപ്പ അമേരിക്ക കിരീടം അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ 2 വർഷത്തേക്ക് കൂടിയാണ് കാർലോ ആഞ്ചലോട്ടിക്ക് CBF സമയം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. കോപ്പ അമേരിക്ക ട്രോഫി നേടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ തൻ്റെ സ്ഥാനം വരെ നഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്നാണ് UOL റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 തവണത്തെ കോപ്പ അമേരിക്ക കിരീടങ്ങളും ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടില്ല, അർജന്റീനയാണ് നേടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ട്രോഫി നേടൽ നിർബന്ധമാണ്. ഏറ്റവും ഒടുവിൽ 2019 ബ്രസീൽ അവസാനമായിക്കൊണ്ട് കിരീടം നേടിയിട്ടുള്ളത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാൻ കഴിയില്ല. അടുത്ത കോപ്പ അമേരിക്ക ട്രോഫി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ്. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ CBF കാർലോ ആഞ്ചലോട്ടിയെ എടുത്ത് പുറത്തിട്ടേക്കാം എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.